ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ കിയ സോണറ്റ് ആനിവേഴ്സറി ഫസ്റ്റ് എഡിഷൻ ആയിട്ടുള്ള ഒരു കാറാണ് കാണാൻ പോകുന്നത്. ദിസ് ഈസ് അവർ കാർ. അപ്പോൾ ഇത് വേറൊരു കാറുമല്ല, നമ്മുടെ മൂത്താപ്പടം മോൻ്റെ കാറാണ്. ഇപ്പോൾ നമ്പർ KL 29T930 ആണ്. അപ്പം ഈ കാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു കാച്ചി കാറാണ്. ഗൈസ് നിങ്ങൾക്ക് നോക്കി തന്നെ ആണ്. ഇതിപ്പോൾ കാറിപ്പോൾ വണ്ടി അഴുക്കൊക്കെ കിടക്കുവാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലുക്കിൽ കാണുന്നത്. അല്ലാതെ സാധനം ഫുൾ ലുക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്ന സാധനമൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെളിയിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യറൊക്കെ ഉണ്ട്. ഏതാ ലുക്ക് നോക്കിയാൽ ഒരു പ്രീമിയം ലുക്ക് വന്നു. പക്ഷേ ബ്ലാക്കും കൂടാണ്. ആര് കണ്ടാലും ഒന്നും നോക്കാതെ പോയത്തൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് തന്നെ നോക്കുന്നത്. ഹെഡ്ലൈറ്റ് കിഡിലൊരു ഹെഡ്ലൈറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെഡ്ലൈറ്റ്. കിഡിലൊരു ഹെഡ്ലൈറ്റ്. ഇതിനകത്തൊക്കെ മറ്റേ ഒരു ലൈറ്റ് അങ്ങോട്ട് പോയതിൻ്റെ ശേഷം ഈ ലൈറ്റിൻ്റെ മിന്നി കത്തത്തിൽ അതൊക്കെ ഞാൻ പുള്ളിയാക്കിയിട്ട് മറ്റേ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയൊരു കാറാണ് ഈ കിയയുടെ സോണറ്റ്. ഇത് പിന്നെ ആനിവേഴ്സറി ഫസ്റ്റ് എഡിഷൻ ആയതുകൊണ്ട് ഇച്ചിരി ആ നോർമൽ വണ്ടിയെക്കാട്ടും ഇച്ചിരി കൂടുതൽ ഇതാണ്. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇതിന് ഗ്രില്ലുണ്ട്. കിയയുടെ പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാർ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ. ഇപ്പോൾ കിയയുടെ പടം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാർ നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമായിട്ടാണ്. പിന്നെ ഒരു റെയർ കാറും കൂടെ വേണം കേട്ടോ. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആനിവേഴ്സറി ഫസ്റ്റ് എഡിഷന്. എന്താണ് വെച്ചാൽ നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്കാണ് ഈ വണ്ടിയുടെ കളറായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ എന്താ തലയിലെ അണ്ടർബെല്ല് അത് വേണ്ട ഗ്രില്ലിസൊക്കെ പക്കാണ്. പിന്നെ ലോഗയ്ക്ക് തന്നെ ഒരു റെയർ ലോഗയാണ്. ഇതെല്ലാം ശരിയാണ് കിയയുടെ ലോഗോ എന്ന് വെച്ചൊരു വട്ടത്തിനകത്തുള്ളതാണ്. ഇതിപ്പോൾ വേറെ സെറ്റപ്പിലാണ് നമ്മുടെ ഈ ആനിവേഴ്സറി ഫസ്റ്റ് എഡിഷൻ സോണത്തിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ സൈഡിലേക്ക് കഴിഞ്ഞാൽ തന്നെ ഇവിടെ അത്രയും ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലുതായിട്ടൊന്നുമില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. സൈഡിലേക്ക് വരുമ്പോൾ ടയർ ഇപ്പോൾ അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. കിയ നല്ല കിട്ടുന്നതായിട്ട് ആ ഒരു ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കിട്ടിയ അലോവീലൊക്കെയാണ് ടയറൊക്കെയാണ്. അലോവീൽ നമ്മളിവരുടെ മാറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ സൈഡൊക്കെ സൈഡൊരു സീൻ ലുക്കാണ് വണ്ടിയുടെ ഒരു സൈഡ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ചെറിയൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ അടിയിൽ നമ്മൾ ഈ സൈഡ് ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. സൈഡിലേ എടുത്ത് കണ്ട റെഡ് ലൈനൊക്കെ വന്നിട്ടുള്ള കിട്ടില്ല സാധനം. ഇവിടെ സോണത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ശ്രദ്ധിച്ചില്ല എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ സോണത്തിൽ എഴുതിയിട്ടുണ്ട് കണ്ട സോണറ്റ്. പിന്നെ വലിയ ഇത് ഈ ഒരു സൈഡിലെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതില്ല. പിന്നെ ഈ ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. അല്ലാതെ വലിയ ഇതൊന്നുമില്ല. എന്നാലും നല്ല രസമാണ് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ ഒരു 4 ലൈൻസ് വരുന്നുണ്ട്. കരുത്തി നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് എന്ന് വെച്ചാൽ ബാക്ക് നോർമല് ഈ കാറിനെ പോലെ നല്ല ഒരു പഞ്ച് ലുക്കാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഹെഡ്ലൈറ്റും കാണാനൊക്കെ ഇതാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ്, റെഡ് ലൈനാണ് വരുന്നത്. അഴുക്കായതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നല്ലൊരുത്തേക്ക് ഇതാക്കാത്ത വീഡിയോ. പിന്നെ അഴുക്കാതെ പിന്നെ നല്ലൊരു കഴുകിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ടായിരിക്കും അവിടെ തന്നെ. പിന്നെ ഇവിടുത്തെ ആദ്യം നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വേറെ ഡിസൈൻ ആണ്. ഇതാണ് ഫസ്റ്റ് എഡിഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെയും റെഡ് ആൻഡ് ബ്ലാക്കാണ് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഇൻറ്റീരിയറിലേക്ക് കയറാം. ഫ്രണ്ട് ഇൻറ്റീരിയറിലേക്ക് ഡ്രൈവിംഗ് സീറ്റിൽ കയറുകയാണ്. ഇവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ബുള്ളറ്റ് നമ്മുടെ സ്വന്തം ക്ലാസിക്കാണ്. ക്ലാസിക് 315 നമ്മുടെ ചെയ്യുക. ഏതാ ലുക്ക് നോക്കിയാൽ എന്താ ഒരു വൈറ്റ് സാധനമാണ്. ഇവിടെ പിന്നെ നമ്മൾ ആക്റ്റീവ ഇരിപ്പുണ്ട്. ആക്റ്റീവ അപ്പോൾ നമുക്ക് എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി റിവ്യൂ ചെയ്യാം. അതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു മെയിനായിട്ടൊരു പ്രീമിയം കാറാണല്ലോ. അത് നല്ലൊരു പ്രീമിയൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഇത് ഇവിടെ ഇരുന്നൊരു വാട്ടർ ബോട്ടിലാണ്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കുപ്പി വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ കൈയൊക്കെ വെക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത്
ഇത് താക്കുന്നത്. ഇതിപ്പോൾ വണ്ടി ഞാൻ കൊച്ചിറക്കാനാണ്, ഞാൻ വണ്ടി ഓഫിലാണ്. പിന്നെ ഡോർ അടിച്ചിട്ട് ഞാൻ ക്ലോസ് ആയി. അങ്ങനത്തെ കുറേ സെറ്റപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ സിറ്റി ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ തോന്നും. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡ് എന്താണ് പറയുക, ഇതിനകത്ത് പിന്നെ കിയയുടെ ബുക്കും പേപ്പറും അതൊക്കെ ആണ്. പിന്നെ ഇവിടെയാണ് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരിക. AC സെറ്റപ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ കൈ വെക്കാം, ഇവിടെയും കൈ വെക്കാം. ഇതിനകത്ത് നല്ലൊരു പ്രീമിയം ലുക്ക്, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന സൈഡ് ഇതാണ്. അപ്പോൾ ഈ ഒരു സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇവിടെ ഇതുണ്ട്, ഇത് തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട്. സീറ്റ് കാണിക്കാൻ പറഞ്ഞത്, സീറ്റ് ഇതല്ല സീറ്റ്, ഇത് വൈറ്റ് ആയിരുന്നു. ഇത് നമ്മൾ മാറ്റിയതാണ്, ഒരു ബ്ലാക്ക് റെഡും കൂടെ ഷെയ്ഡ് വരുന്ന പറഞ്ഞാൽ ആക്കിയതാണ്. പിന്നെ നമ്മൾ ഇത് കണ്ടത് ഗൈസ്, പിന്നെ നമ്മൾ ഇതുപോലെ സീറ്റ് ബെൽറ്റ് ഒക്കെ നല്ല കിട്ടുന്ന സീറ്റ് ബെൽറ്റ് കേട്ടോ എന്നാ. അപ്പോൾ പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ ഒരു സ്പേസ് ഉണ്ട്, പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതുണ്ട് നല്ലൊരു ലെതർ ഫിനിഷിങ് ഒക്കെയാണ്, ചെറിയൊരു ഗിയർ ഇതാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് USB ചാർജറൊക്കെ എത്താൻ പറ്റും. പിന്നെ ഇതെന്തോ എനിക്കറിയത്തില്ല, ഈ സാധനം വരുന്നുണ്ട്, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെയും സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേസ് വരുന്നൊരു കണക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ എന്ന് വെച്ചാൽ സീക്ക്, ട്രാക്ക്, സെറ്റപ്പ്, വോളിയം അങ്ങനെ ഇച്ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് വരുന്നുണ്ട്, പിന്നെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഉപകാരങ്ങളുള്ളൊരു കിഡിലാണ് വണ്ടി. ഇപ്പോൾ സർവീസിന് കൊടുത്തേക്കാണ്, കണ്ടോ, സർവീസിന് കൊടുത്തോണ്ട് തന്നെ ടാങ്കിയൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞില്ല, ഇങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ സൺറൂഫ് ഉണ്ട്. ഇതാണ് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നല്ല രീതിയിൽ വീർക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ്നെസ്സിന് വേണ്ടി കുറച്ച് ഇത്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാരണത്ത് സ്ഥിരം കാണുന്ന ഇതൊക്കെ നമ്മൾ കുറേ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് സർവീസിന് കൊടുത്തതിൻ്റെ ആയിരിക്കും ഈ സാധനമൊക്കെ കേട്ടോ. പിന്നെ ഇതാണ് ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിക്ക് അവർ കറക്റ്റായിട്ട് വെച്ചേക്കാണ്. ഓണർ മീൻസ് ഇപ്പം മൂത്താപ്പിയൊക്കെയാണ് സർവീസിനൊക്കെ. ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഒരു ഇടി ഇടിച്ചാൽ പൊട്ടിത്തറ വീഴും. അതല്ലാതെ കണ്ട് ഹാൻഡിലിനകത്ത് തന്നെ 2 കൺട്രോൾസ്, കീ വരുന്നുണ്ട്, കുറേ ഇതും സ്വിച്ച് ബോർഡ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ബാക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല, ലൈറ്റ് വരിക അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പ്രീമിയം കിയയ്ക്കകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.